എൻ്റെ പേര് പാസ്റ്റർ സജി പള്ളിക്കുന്ന്. ചില ദിവസങ്ങളായി ഈ പ്രിയ രാജശേഖരൻ എന്നെ നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഈ വിവരത്തെക്കുറിച്ച് പാസ്റ്ററോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ മാത്രമല്ല, എന്നോട് സംസാരിച്ച കാര്യങ്ങളുടെ ആശുപത്രി രേഖകളും കോടതിയുടെ നോട്ടീസും ബഹുമാനപ്പെട്ട കോടതിയുടെ നോട്ടീസുമൊക്കെ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വാസ്തവമാണെന്ന് മനസ്സിലാക്കി ഞാൻ ഏകദേശം 375-400 കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ട് ബൈക്കിൽ യാത്ര ചെയ്ത് വിശ്രമമില്ലാതെ ഇന്നലെ ഉച്ചയ്ക്ക് 12:45 യാത്ര ആരംഭിച്ച് ഇന്ന് രാത്രി 12 മണിക്ക് കഴിഞ്ഞപ്പോഴാണ് കണ്ണൂരിൽ എത്തിച്ചേർന്നത്. പ്രിയ ഈ രാജശേഖരനെ പറയുവാനുള്ള ചില കാര്യങ്ങൾ ശ്രമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. രാജശേഖരൻ സംസാരിച്ചോട്ടെ. എൻ്റെ പേര് രാജു. കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി താലൂക്കിൽ കരിക്കോട്ടക്കരി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. എനിക്ക് ഭാര്യയും 2 മക്കളുമാണുള്ളത്. എൻ്റെ ഭാര്യ ജേസിക്കുട്ടി എന്നാണ് പേര്. കഴിഞ്ഞ 6 മാസം മുൻപ് യൂട്രസിൽ 2-3 മുഴ കണ്ടിട്ട് ഓപ്പറേഷൻ ചെയ്തിരുന്നു. ആ സമയത്ത് മൂത്രനാളത്തിൽ മൂത്രസഞ്ചിയിൽ മാംസം വളരുന്നതായി കണ്ടെത്തുവാനിടയായി. എത്രയും പെട്ടെന്ന് ഒരു 6 മാസത്തിന് മുൻപ് തന്നെ ഒരു ഓപ്പറേഷൻ നടത്തണമെന്ന് പറയുകയുണ്ടായി. അതിന് 5 മാസമായിട്ട് ഇതുവരെ ഒരു ടെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഡോക്ടറെ സമീപിക്കാനോ കഴിയാത്ത നിലയിൽ സാമ്പത്തികം ഒന്നുമില്ലാതെ കഷ്ടപ്പെടുകയാണ്. എനിക്ക് കൂലിപ്പണിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാങ്കിൽ നിന്ന് ജപ്തി നടപടി കോടതി മുഖേന വന്നിരിക്കുന്നത്. 3,14,000 രൂപയ്ക്ക് ജില്ലാ ബാങ്കിൻ്റെ നടപടി കോടതി വഴി വന്നിരിക്കുകയാണ്. ഈ മാസം 29-ാം തീയതിക്കകം പൈസ അടച്ചിട്ടില്ലെങ്കിൽ വീടും ആകെയുള്ള 10 സെൻറ്റ് സ്ഥലവും വീടും ജപ്തി ചെയ്യുന്ന സ്ഥിതിയാണ്. കൂടാതെ ഇതേ മാസം തന്നെ 2 ചിട്ടി 60 തെറ്റി കോടതിയിൽ 4 കേസായിരിക്കുകയാണ് എൻ്റെ പേരിൽ. അതും ഈ മാസം പൈസ അടച്ചിട്ടില്ലെങ്കിൽ ജയിലിൽ പോകുന്ന സ്ഥിതിയുണ്ട്. അല്ലെങ്കിൽ പൈസ അടയ്ക്കണമെന്നാണ് പറയുന്നത്. കൂലിപ്പണി എടുക്കുന്ന എനിക്ക് നാമമാത്രമായ ജോലി കൊണ്ടാണ് ഞാൻ ജീവിച്ചു വരുന്നത്. 2 മക്കളുണ്ട് എനിക്ക്. അവർ ഒരാൾ ബിടെക്കിന്, ഒരാൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ബിടെക്കിന് പഠിക്കുന്ന കുട്ടിക്ക് ഒരു മാസം 1000 രൂപയോളം ചിലവുണ്ട്. കഴിഞ്ഞ മാസത്തെ പൈസ എങ്ങനെയൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തു. ഈ മാസത്തെ എൻ്റെ അവസ്ഥ ഇതുവരെ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നല്ലവരായ എന്നെ ശ്രമിക്കുന്ന മലയാളി സഹോദരങ്ങൾ എന്നെ എൻ്റെ കുടുംബത്തെ ഈ വിഷയത്തിൽ സഹായിക്കണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. അവർ പോകുന്ന സഭയുടെ പാസ്റ്റർ സംബന്ധമായ ചില കാര്യങ്ങൾ പറഞ്ഞാട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രാജു എന്ന് പറയുന്ന വ്യക്തി എൻ്റെ സഭയിലെ ഒരു വിശ്വാസ ഭവനമാണ്. ഞാൻ ഈ സഭയിൽ ചാർജ് എടുത്തിട്ട് ഏകദേശം 4 വർഷത്തോളമായി. വളരെ ആത്മീയത്തിലും വളരെ സന്തോഷകരമായ ഒരു ജീവിതത്തിൽ പങ്കാളിയും അതുപോലെ സാക്ഷ്യമുള്ളൊരു ഭവനമാണ്. മാനസികമായ ചില പ്രയാസമൊക്കെയും കാണുമ്പോൾ മനസ്സിലാക്കുമ്പോൾ പ്രാർത്ഥിക്കുമെന്ന് പറയും. എന്നാൽ വിഷയങ്ങൾ ഒന്നും തന്നെ തുറന്നു പറഞ്ഞിട്ടില്ല. എന്നാൽ വളരെയധികം പിന്നെയും പ്രാർത്ഥിച്ചിങ്ങനെ വളരെ സമയം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പല സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും രോഗങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയുവാനിടയായി തീർന്നു. എന്നാൽ താൻ കാണിച്ചതായിരിക്കുന്ന രേഖകളെല്ലാം പരിശോധിക്കുമ്പോൾ വലിയൊരു ഭാരമുള്ള ഒരു അനുഭവത്തിലുള്ള അവസ്ഥയിലാണ് കാണാൻ കഴിഞ്ഞത്. എങ്കിലും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം എവിടെയെങ്കിലും ഒരു വഴി തുറന്നു കൊടുത്ത് ദൈവം സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ട സഹോദരന് വളരെ സാമ്പത്തികമായ ഞെരുക്കമുണ്ട്. അതുപോലെ തന്നെ പ്രിയ സഹോദരി കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ടുള്ളൂ വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഭവനത്തിൽ തന്നെ ആയിരിക്കുന്നു. ജോലി കാര്യങ്ങൾക്കും പോയിക്കൊണ്ടിരുന്നു. ഇപ്പോഴെങ്ങും പോകാൻ പറ്റാത്ത അനുഭവത്തിലാണ്. അതുപോലെ 2 മക്കളുണ്ട്. നന്നായി പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്.
അവർക്ക് മുമ്പോട്ട് പഠിക്കാനുള്ളതായിരിക്കുന്ന സാമ്പത്തിക കുറവുകളും പരാജയങ്ങളുണ്ട്. എങ്കിലും അവർ പ്രാർത്ഥിച്ച് വളരെ മാതാപിതാക്കളുടെ അനുസരണത്തിൽ മുമ്പോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞുങ്ങളാണ്. മൂത്ത മോൻ ബിടെക്കിന് പഠിക്കുന്ന കോട്ടയത്താണ്. അവരെ ഇളയ മോൻ SLC പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്രകാരമുള്ളൊരു ഭവനമാണ്. ദൈവമക്കളുടെ സഹായമാണ്, പ്രാർത്ഥനയുമാണ് ഇവർക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുകയുള്ളൂ. ഈ കുടുംബത്തെ ദയവായിട്ട് സഹായിക്കണമേ. ഈ കുടുംബത്തിൽ ഇനിയിപ്പോൾ അവരുടെ മുമ്പിൽ വളരെ പ്രയാസമുള്ള വഴികളാണ് കാണുന്നത്. ഈ സഹോദരിയുടെ ഓപ്പറേഷൻ ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നം, അതെത്രയും പെട്ടെന്ന് ചെയ്യുവാൻ ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. പക്ഷേ ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം, സാമ്പത്തികമില്ലാത്ത 2 ഇത്രയും നാൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഈ വീടെന്ന് പറയുമ്പോൾ മുകളിൽ ഷീറ്റൊക്കെയുള്ള ആസ്പെറ്റ ഷീറ്റിട്ട പൂർത്തീകരിക്കാത്ത വീടാണിത്. നല്ല ഒരു ബാത്റൂം പോലും ഇല്ലാത്ത, അതിന് മേൽക്കുര ഇല്ലാത്ത, അതിൻ്റെ പണി തീരാത്ത ഒരു വീടാണ്. ഈ വീടിന് വേണ്ടിയാണ് കടമെടുത്തത്. അന്നത്തെ സാഹചര്യത്തിൽ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അവർക്ക് കടമെടുത്തത്, ലോൺ എടുത്തത്. ഇപ്പോൾ ആ വീടും സ്ഥലവും വിറ്റ്, 10 സെൻറ്റ് സ്ഥലവും ഈ വീടും വിട്ട് എങ്ങോട്ടൊന്നുമില്ലാതെ ഇറങ്ങേണ്ട ഒരു സ്ഥിതിയിലാണ് ഈ കുടുംബമുള്ളത്. ദയവായി ഈ കുടുംബത്തെ സഹായിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒന്ന് ഷെയറെങ്കിലും ചെയ്യുവാൻ താങ്കൾ മനസ്സ് കാണിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. 2 കാര്യം: ഒന്ന് ഓപ്പറേഷൻ, 2ാമത് ജപ്തിയുടെ കാര്യങ്ങൾ. കഴിയുന്ന സഹായം ചെയ്യുവാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.